ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി റെഡിയാകുന്നത് കണ്ടിട്ട് പ്രതാപൻ ചോദിക്കുകയാണ്, അല്ല ചേച്ചി ഇത് എങ്ങോട്ടേക്കാണ് ഒരുങ്ങി പോകുന്നത്? അത് പിന്നെ ഇന്ന് ഓഫീസിൽ ബോർഡ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ അതിന് പോവുകയാ. ഇത് കേൾക്കുന്ന പ്രതാപൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല ബോർഡ് മീറ്റിങ്ങിനൊക്കെ ചേച്ചി പോകുന്നത് എന്തിനാ? ചേച്ചി ഇപ്പോൾ അവിടുത്തെ ആരുമല്ല, ചേച്ചി പോയിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ആ പാർവതിയല്ലേ അവിടുത്തെ ചെയർപേഴ്സൺ വരെ, പിന്നെ എന്തിനാ ചേച്ചി പോകുന്നതെന്ന് പ്രതാപം കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഞാൻ പോയിട്ട് അവിടെ കാര്യങ്ങളുണ്ട്. എടാ നിനക്കറിയാമല്ലോ ഇന്ന് ബോർഡ് മീറ്റിംഗ് ആണെന്ന്. ആ ബോർഡ് മീറ്റിംഗിൽ വെച്ച് ഞാൻ ആ പാർവതിയെ നന്നായി തന്നെ കളിയാക്കി വിടുന്നുണ്ട്. എല്ലാവരുടെ മുമ്പിൽ അവളെ ഞാൻ നാണം കെടുത്തും. അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത്. ചേച്ചി അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രതാപം ചോദിക്കുമ്പോൾ കാത്തിരുന്ന് കാണാൻ പറയുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് വിശാലിനുള്ള ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് മുകളിലേക്ക് പോകുന്ന പാറുവിനെയാണ്. അതേസമയം പാറുവിനെ കാണുന്ന സുശീല പാറുവിനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി പാറു സ്റ്റെയർ കയറി മുകളിലേക്ക് വരുമ്പോൾ പാറുവിനെ ഇടിക്കുകയാണ്. കയ്യിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് മുഴുവൻ താഴേക്ക് വീഴുമ്പോൾ സുശീല പാറുവിനോട് ദേഷ്യപ്പെടുകയാണ്, നീ എവിടെ നോക്കിയാ നടക്കുന്നത്? നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? അത് പിന്നെ അപ്പച്ചിയല്ലേ വന്ന് തട്ടിയത്? ഞാനാണോ തട്ടിയത്? രാവിലെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാലേ നല്ലത് ഞാൻ പറയുമെന്ന് സുശീല പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് പോവുകയാണ് പാറു. പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ്റെ കൂട്ടുകാരി സ്വീറ്റി ഗായത്രി വില്ലയിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ജാസ്മിൻ സ്വീറ്റിയെ കണ്ടയുടൻ തന്നെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എത്ര നാളായി നമ്മൾ കണ്ടിട്ട്, ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്തു. പിന്നെ ബിസിനസ്സിൻ്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് വരാൻ സാധിക്കാഞ്ഞതെന്നൊക്കെ സ്വീറ്റി പറയുന്നു. അല്ല ജാസ്മിൻ, നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് സ്വീറ്റി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, എനിക്ക് നിൻ്റെ ആവശ്യമൊന്നും തൽക്കാലത്തേക്കില്ല. പക്ഷേ നിനക്ക് ഉപകാരമുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. അത്രയും പറഞ്ഞുകൊണ്ട് ആ പെൻഡ്രൈവ് സ്വീറ്റിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ജാസ്മിൻ. ഇന്ന് വിശാൽ ബോർഡ് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യാനിരുന്ന പ്രസൻറ്റേഷൻ്റെ പെൻഡ്രൈവാണിത്. ഇത് വെച്ച് ഇന്ന് അവരെ കൊണ്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കാനായിരുന്നു വിശാലിൻ്റെ ഉദ്ദേശം. ഞാനതങ്ങ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് നീ വെച്ചോ, നിനക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. അല്ലെങ്കിലും വിശാലിൻ്റെ കമ്പനിയേക്കാൾ വലിയ കമ്പനിയാകാനല്ലേ നിൻ്റെ ആഗ്രഹം? അത് നടക്കട്ടെ എന്ന് ജാസ്മിൻ പറയുമ്പോൾ സന്തോഷത്തോടെ ജാസ്മിനെ കെട്ടിപ്പിടിക്കുകയാണ് സ്വീറ്റി. എന്നാൽ പെൻഡ്രൈവ് കൊടുത്തതിന് ശേഷം ജാസ്മിൻ മനസ്സിൽ പറയുകയാണ്, ഈ പെൻഡ്രൈവ് കാണാതിരിക്കുമ്പോൾ വിശാലിന് ദേഷ്യം വരികയും ആ പാർവതിക്ക് കണക്കിന് കിട്ടുകയും ചെയ്യും. എനിക്കും അതാ വേണ്ടത്. പിന്നീട് കാണിക്കുന്നത് വിശാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി താഴേക്ക് വരുമ്പോൾ സുശീല പറയുകയാണ്, അത് പിന്നെ പാർവതി നിനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് മുകളിലേക്ക് വന്നിരുന്നു. പക്ഷേ എൻ്റെ അശ്രദ്ധ കാരണം ഞാൻ പാർവതിയെ തട്ടുകയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിലത്ത് വീണ് പോവുകയും ചെയ്തു. അതേസമയം ഇത് കേട്ടുകൊണ്ട് പാറു അങ്ങോട്ടേക്ക് വരികയാണ്. വിശാൽ സാർ 5 മിനിറ്റ് മതി, ഞാനിപ്പോൾ തന്നെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി തരാമെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, അതൊന്നും വേണ്ട, ഞാനിനി ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ഇപ്പോഴേ താമസിച്ചു, വേണമെങ്കിൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി നീ അങ്ങോട്ടേക്ക് പോര്. ഇത് കേൾക്കുന്ന പാറുവിന് സന്തോഷമാകുന്നു. ഉച്ചയ്ക്ക് ഞാൻ എന്താണെങ്കിലും വരാമെന്ന് പാറു പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ സ്വീറ്റിയെ വിളിക്കുകയാണ്, എനിക്ക് നിൻ്റെ ഒരു ഉപകാരം വേണം. ഇന്നുച്ചയ്ക്ക് ലഞ്ചുമായിട്ട് പാർവതി ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവളെ ഒരു വേലക്കാരിയെ പോലെ വേണം നീ നോക്കാനായിട്ട്. അവളെ നാണം കെടുത്താവുന്നതിൻ്റെ മാക്സിമം നീ നാണം കെടുത്തുകയും വേണം. അവസാനം വിശാലിന് തന്നെ തോന്നണം ഇവളെ കെട്ടിയത് അബദ്ധമായി പോയെന്ന്. അതൊക്കെ ഞാൻ ഏറ്റു. വിശാലും പാർവതിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞെന്നുള്ള ഗുഡ് ന്യൂസിനായി നീ കാത്തിരിക്കാൻ ജാസ്മിനോട് പറയുകയാണ് സ്വീറ്റി. ഇത് കേൾക്കുന്ന ജാസ്മിന് സന്തോഷമാവുകയാണ്. നേരം ഉച്ചയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനുള്ള ഭക്ഷണവുമായിട്ട് ഓഫീസിലേക്ക് ചെല്ലുന്ന പാർവതിയെയാണ്. അതേസമയം പാർവിനെ കാണുന്ന പ്രഭാവതി അവിടെയുള്ള സെക്യൂരിറ്റിയോട് പറയുകയാണ്, താന് ഇന്നല്ലേ ആദ്യമായിട്ട് വന്നത്, പുറത്തുനിന്ന് വരുന്ന ആരെയും അകത്തേക്ക് കയറ്റി വിടരുത്. ഇന്നിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കുകയാണെന്നും പ്രഭാവതി പറയുമ്പോൾ ശരിയെന്ന് പറയുകയാണ് ആ സെക്യൂരിറ്റി. തുടർന്ന് പ്രഭാവതി അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം പാറു അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോൾ ആ സെക്യൂരിറ്റി പാറുവിനെ തടഞ്ഞു നിർത്തുകയാണ്. പുറത്തുനിന്നുള്ള ആർക്കും അകത്തേക്ക് കയറാൻ പാടില്ലെന്നും മീറ്റിംഗ് കഴിയുന്നതുവരെ പുറത്തു നിൽക്കാനും സെക്യൂരിറ്റി പാറുവിനോട് പറയുന്നു. അതേസമയം മാനേജർ പുറത്തു നിൽക്കുന്ന പാറുവിനെ കാണുകയും പാറുവിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. മേഡം എന്താ പുറത്തു നിൽക്കുന്നത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ, അത് പിന്നെ ഈ ചേട്ടൻ എന്നോട് അകത്തേക്ക് കയറാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന മാനേജർ സെക്യൂരിറ്റിയെ ചീത്ത പറയുകയാണ്, ഇത് നമ്മുടെ മുതലാളിയാണ്, നമ്മുടെ ചെയർപേഴ്സൺ. തുടർന്ന് സെക്യൂരിറ്റി പാർവതിയോട് മാപ്പ് ചോദിക്കുകയും പാറു അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് മീറ്റിംഗ് നടക്കുന്നതാണ്. ശ്രീദേവി എല്ലാവരോടും കൂടി പറയുകയാണ്, നമ്മുടെ കമ്പനി ഒന്നാമതെത്തണം, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ചർച്ചയ്ക്കാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് വിശാലേട്ടനിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ വിശാൽ തനിക്ക് പറയാനുള്ള ആശയങ്ങളെല്ലാം എല്ലാവരുടെയും അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജാസ്മിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. ജാസ്മിൻ, ഇത് ബോർഡ് മെമ്പേഴ്സിൻ്റെ മീറ്റിംഗാ, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് വിശാൽ ചോദിക്കുമ്പോൾ സ്വീറ്റി പറയുകയാണ്, ഞാൻ ആ ജാസ്മിനെ വിളിച്ചു വരുത്തിയത്.
ജാസ്മിൻ ഒരു ലോയർ അല്ലേ, അപ്പോൾ എനിക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ് ഞാൻ ജാസ്മിനെ വിളിച്ചു വരുത്തിയത്. ഇത് കേൾക്കുന്ന ശ്രീദേവി പറയുകയാണ്, ആ ജാസ്മിൻ എന്താണെങ്കിലും ഇരിക്കട്ടെ. അതേസമയം പ്രഭാവതി പറയുകയാണ്, ഇവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനൊരു അവസരത്തിൽ ഇവൾ ഇങ്ങോട്ടേക്ക് കയറി വരില്ല. അതേസമയം ജാസ്മിനും സ്വീറ്റിയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.